ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ സഖാവ് ടി പി രാമകൃഷ്ണൻ, വേദിയിലെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. CATU സന്ദേശത്തിൻ്റെ 50-ാം വാർഷികത്തെ മുൻനിർത്തിയാണ് അറിവുത്സവം എന്ന പേരിലുള്ള ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഈ ശീർഷകവും ഇങ്ങനെ ഒരു പരിപാടിയുടെ വിവരവും കണ്ടപ്പോൾ കുറഞ്ഞൊരു കൗതുകം കൂടി എനിക്ക് അതിനെ സംബന്ധിച്ച് തോന്നുകയുണ്ടായി. അറിവിനെ സംബന്ധിക്കുന്ന ഒരു ആലോചനയുടെ വേദി കൂടിയായി, അറിവിനെ ഒരു ആഹ്ലാദകരമായ സംഗതിയാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയുടെ സന്ദർഭം കൂടിയായി. തൊഴിലാളി വർഗത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളെ വികസിപ്പിക്കുക എന്നുള്ളത് വളരെ ഭാവനാപൂർണമായ ഒരു കാര്യമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് സ്വാതന്ത്ര്യം മനുഷ്യരുടെ എന്ന ചോദ്യത്തിന് മാർക്സ് ഒരിക്കൽ പറഞ്ഞ ഒരു ഉത്തരം, മനുഷ്യർ നിർബന്ധത്തിന് വേണ്ടിയിട്ടും നിർബന്ധത്തിന് വഴങ്ങിയും വരുമാനത്തിന് വേണ്ടിയുമായിട്ടല്ലാതെ തങ്ങളുടെ ഇച്ഛയുടെ പൂർത്തീകരണം, തങ്ങളുടെ അഭിലാഷങ്ങളുടെ പൂർത്തീകരണം എന്ന നിലയിൽ അധ്വാനിക്കുന്നതാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നഷ്ടമാകുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്. അത് രാഷ്ട്രീയമായ അർത്ഥത്തിലോ അല്ലെങ്കിൽ പരിമിതമായ ചില സ്വാതന്ത്ര്യങ്ങളുടെ അർത്ഥത്തിലോ അല്ല, മനുഷ്യാവസ്ഥയുടെ മാനുഷികമായ ശേഷികളുടെ പരിപൂർണമായ ഒരു ആവിഷ്കാരമാണ് സ്വാതന്ത്ര്യം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം പൊതുവിൽ നമ്മുടെ വർഗവിഭജിതമായ സമൂഹം, സാമ്പത്തിക അസമത്വങ്ങൾ, നാനാതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്ന സമൂഹം തൊഴിലാളികൾക്കും മനുഷ്യർക്ക് തന്നെയും നൽകുന്നില്ല. അത്തരമൊരവസ്ഥയെ തിരിച്ചു കൊണ്ടുവരിക, ആ ഒരു ഉന്നതമായ അവസ്ഥയെ സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളി വർഗം പ്രവർത്തിക്കുന്നത് എന്ന് മാർക്സ് അദ്ദേഹത്തിൻ്റെ ആലോചനകളിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് അറിവിനെ തന്നെയും ഒരു ഉത്സവപൂർണമായി ഒന്നാക്കി തീർക്കുക, അറിവിൻ്റെ മേഖലയെ തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറകളിലൊന്നാക്കി മാറ്റുക എന്നത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ കാലത്തും ഇത് പ്രധാനമാണെങ്കിലും മുൻകാലങ്ങളെക്കാൾ കവിഞ്ഞൊരു പ്രാധാന്യം വാസ്തവത്തിൽ ഈ വിഷയത്തിന് ഇപ്പോൾ കൈവന്നിട്ടുണ്ട് എന്നും ഞാൻ കരുതുന്നു. മുൻകാലങ്ങളെക്കാൾ കവിഞ്ഞൊരു പ്രാധാന്യം എന്ന് ഞാൻ പറയാൻ കാരണം, കേരളത്തിൻ്റെ സാമൂഹ്യാന്തരീക്ഷത്തിൽ ആശയപരമായി വലതുപക്ഷ വീക്ഷണങ്ങൾക്ക് പല നിലകളിൽ മേൽക്കൈയോ അല്ലെങ്കിൽ മുൻനിര സ്ഥാനമോ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടേത്. രാഷ്ട്രീയമായി കേരളത്തിൽ ഇടതുപക്ഷ വീക്ഷണങ്ങൾക്ക് ഇപ്പോഴും പ്രബലമായ സാന്നിധ്യമുണ്ട് എന്നത് ശരിയായിരിക്കെ തന്നെ ആ രാഷ്ട്രീയ വീക്ഷണത്തെ, അതിൻ്റെ ബലാബലത്തെ അട്ടിമറിക്കാൻ പോന്ന മട്ടിൽ വലതുപക്ഷത്തിൻ്റെ ആശയാവലികൾ പല നിലകളിൽ നമ്മുടെ പൊതുജീവിതത്തിൽ നുഴഞ്ഞു കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് അരാഷ്ട്രീയമായ തൊഴിൽ കൂട്ടായ്മകൾ എന്ന നിലയിലുള്ള രൂപത്തിൽ ഒരിടത്ത് വരുന്നുണ്ട്. നമ്മുടെ വീടുകളെയെല്ലാം തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും ആചാരങ്ങളുടെയും ഒക്കെ ലോകമാക്കി മാറ്റുന്ന മട്ടിലുള്ള വലതുപക്ഷവൽക്കരണം നടക്കുന്നുണ്ട്. സൂക്ഷ്മരൂപത്തിൽ സാമൂഹ്യ ജീവിതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുന്ന അന്യമത വിദ്വേഷത്തിൻ്റെ രൂപത്തിൽ ഇത് വരുന്നുണ്ട്. അതിഭീമമായ ഉപഭോഗ ഭ്രാന്ത് എന്ന നിലയിൽ ഇത് വരുന്നുണ്ട്. അങ്ങനെ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ അടയാളങ്ങളൊന്നുമില്ലാത്ത പല പല വഴികളിലൂടെ വലതുപക്ഷത്തിൻ്റെ ആശയാവലികൾ, ജീവിതശൈലികൾ, വീക്ഷണഗതികളൊക്കെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വേര് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടേത്. ഇത് വളരെ സവിശേഷമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുഖ്യ തലം പൊതുജനങ്ങളെ സംഘടിപ്പിക്കുക, രാഷ്ട്രീയാശയങ്ങൾ വിശദീകരിക്കുക, ഇതര രാഷ്ട്രീയ വീക്ഷണങ്ങളുമായി സംവാദത്തിൽ ഏർപ്പെട്ട് നമ്മുടെ രാഷ്ട്രീയ വീക്ഷണത്തെ തൊഴിലാളികൾക്കും ബഹുജനങ്ങൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഇങ്ങനെയുള്ള വഴികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി
പലതരത്തിലുള്ള ചെറു സാങ്കേതിക സംവിധാനങ്ങൾ, വാട്സപ്പ് കൂട്ടായ്മകളാകാം, ഗൃഹ സദസ്സുകളാകാം, ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളെയും ഒക്കെ കേന്ദ്രീകരിച്ച് വികസിച്ചു വരുന്ന ചെറുതും വലുതുമായ കൂട്ടായ്മകളാകാം, ഇതെല്ലാം വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സംഘാടന രൂപങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചുറ്റുവട്ടം നോക്കിയാൽ ഇത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. രാഷ്ട്രീയം സംസാരിക്കുന്നതേയില്ല എന്ന് പുറമേക്ക് ഭാവിക്കുമ്പോഴും, രാഷ്ട്രീയം സംസാരിക്കുന്നില്ല എന്നുള്ളത് ഒരർത്ഥത്തിൽ ശരിയാണ്. കക്ഷിതലത്തിലുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടാവില്ല, കക്ഷിതലത്തിലുള്ള തർക്കങ്ങൾ അരങ്ങേറുന്നുണ്ടാവില്ല. അതെല്ലാം പുറമേക്ക് ശരിയായിരിക്കെ തന്നെ വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പതിയെ വ്യക്തികൾക്കുള്ളിലേക്ക് കടത്തിക്കൊണ്ടുവരാനും അതിനെ വ്യാപിപ്പിക്കാനുമുള്ള പലതരം ശ്രമങ്ങൾ നടക്കുന്നു. സന്നദ്ധ പ്രവർത്തനം എന്ന നിലയിൽ തുടങ്ങുകയും ഈ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ മറപറ്റി വയോജന കേന്ദ്രങ്ങൾ, പ്രകൃതി കൃഷി, ഇങ്ങനെയുള്ള നാനാതരത്തിലുള്ള വ്യാപനം അതിന് നൽകുകയും അന്തിമമായി അത് മതാത്മകമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന നാനാതരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോഴുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വ്യാപനത്തിൻ്റെ രീതി വലതുപക്ഷ രാഷ്ട്രീയ സംഘടനകൾ വഴി എന്നതിനേക്കാൾ സൂക്ഷ്മരൂപത്തിലുള്ള ഇത്തരം സംവിധാനങ്ങൾ വഴിയായി തീരുന്നു എന്ന സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് പ്രത്യക്ഷത്തിലെ രാഷ്ട്രീയ നിലപാടായി മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ പരോക്ഷതലത്തിൽ അത് സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ ഇടപെടുകയും പതിയെ അത് രാഷ്ട്രീയ ഉള്ളടക്കത്തെ തന്നെ, സമൂഹത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ ഉള്ളടക്കത്തെ തന്നെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെതിരെ വളരെ ശക്തമായ നിലയിൽ നമ്മുടെ രാഷ്ട്രീയ പ്രയോഗങ്ങളെ വികസിപ്പിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ആശയമണ്ഡലത്തിലെ നമ്മുടെ വർഗസമരത്തെ, ആശയമണ്ഡലത്തിലെ രാഷ്ട്രീയ സമരത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. ആശയങ്ങളെക്കുറിച്ചുള്ള മാർക്സിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നിരീക്ഷണം ഇവിടെ ഓർക്കേണ്ടതാണ്. മാർക്സ് ഒരിക്കൽ പറയുന്ന ഒരു കാര്യം, ആശയങ്ങൾ എന്നത് മനുഷ്യരുടെ തലയിൽ വെറുതെ കിടക്കുന്ന കുറേ അറിവുകളല്ല. ആശയങ്ങൾ മനുഷ്യർ തലയിൽ ഭാരമായി ചുമന്നുകൊണ്ട് നടക്കുന്ന വിവരങ്ങളും വസ്തുതകളും അല്ല. അദ്ദേഹത്തിൻ്റെ 1843 ഹെഗലിൻ്റെ നിയമദർശന നിരൂപണത്തിനൊരു സംഭാവന എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്യം, ആൻ ഐഡിയ ബിക്കംസ് എ മെറ്റീരിയൽ ഫോഴ്സ് വെൻ ഇറ്റ് ഗ്രിപ്പ് ദ മാസ്. ജനങ്ങൾക്കുമേൽ പിടിമുറുക്കി കഴിഞ്ഞാൽ ആശയങ്ങൾ ഭൗതിക ശക്തികൾ തന്നെയാണ്. അല്ലാതെ ആശയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പാണ്ഡിത്യമല്ല, ഏതു ചോദ്യത്തിനും ഉത്തരമറിയാം എന്ന മട്ടിൽ നാം സമാഹരിച്ചു വയ്ക്കുന്ന വിപുലമായ ഒരു അറിവിൻ്റെ ശേഖരമല്ല. അതെല്ലാം അറിവിൻ്റെ ഭാഗം തന്നെ. പക്ഷെ ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, ഒരു സംഘടനയെ സംബന്ധിച്ച്, സാമൂഹികമായി ഇടപെടാൻ ശ്രമിക്കുന്ന കൂട്ടായ്മകളെ സംബന്ധിച്ച് അറിവ് എന്നത് അത് ആർജിച്ച ചില പണ്ഡിതന്മാരുടെ സ്വകാര്യമായ ഒരു മഹിമയോ അവരുടെ ഒരു മികവോ അത് നൽകുന്ന ചില പദവികളോ ഒന്നുമല്ല. അറിവൊരു സാമൂഹ്യ ശക്തിയാണ്, അറിവൊരു ഭൗതിക ശക്തിയാണ്. എപ്പോഴാണ് ഭൗതിക ശക്തിയായി തീരുന്നതെന്ന് ചോദിച്ചാൽ അത് ഒരു ജനതയെ ആകമാനം പിടികൂടുന്ന, ജനതയെ ആകമാനം സ്വാധീനിക്കുന്ന ഒന്നായി മാറിയാൽ പിന്നെ അറിവ് ഒറ്റതിരിഞ്ഞ ആളുകളുടെ തലയിലിരിക്കുന്ന ആശയങ്ങളല്ല, അത് പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഏറ്റവും 20-ാം നൂറ്റാണ്ടിൽ ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്, ഏറ്റവും കൂടുതൽ ശക്തിമത്തായി പ്രവർത്തിച്ച ഒരു ആശയമാണ് ദേശീയത എന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ലോകത്തെ ഏതെങ്കിലും ഒരു ദേശീയ സമൂഹം 100% ഏതെങ്കിലും ഒരു ജീവിത ഘടകത്താൽ കൂട്ടിയിണക്കപ്പെട്ടവരല്ല. 100% ആളുകളും ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു ദേശവുമില്ല. 100% പേരും ഒരു ഭക്ഷണം കഴിക്കുന്ന, ഒരു മതത്തിൽപ്പെട്ട, ഒരു ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു സംസ്കാരം പങ്കുവയ്ക്കുന്ന ഒരു ദേശവുമില്ല. ഇന്ത്യയൊക്കെ ആണെങ്കിൽ അനന്തമായ വൈജാത്യങ്ങളുള്ള ഒന്നാണ് ഇന്ത്യ. പക്ഷേ ദേശീയത എന്ന ആശയം ഈ വ്യത്യാസങ്ങൾക്കെല്ലാം മുകളിലും പ്രവർത്തിക്കുകയും ചിലപ്പോഴൊക്കെ സാമ്രാജ്യത്വത്തിനെതിരായ മനുഷ്യവംശത്തിൻ്റെ വലിയ സമര ഊർജമായി ദേശീയത മാറിത്തീരുകയും
മറ്റ് ചിലപ്പോഴാകട്ടെ ഫാഷിസം പോലുള്ള മനുഷ്യവിരുദ്ധമായ അങ്ങേയറ്റത്തെ പ്രാകൃതമായ ആശയങ്ങളിലേക്ക് അത് വഴിമാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും അടിസ്ഥാനം ദേശീയതയാണ്. 20-ാം നൂറ്റാണ്ടിൽ സാമ്രാജ്യവിരുദ്ധ സമരങ്ങൾ വഴി മൂന്നാം ലോകത്തെ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും ഒക്കെ വിമോചനത്തിന് വഴി തുറന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സുകളിലൊന്ന് ദേശീയതയാണ്. അതേ ഘട്ടത്തിൽ തന്നെയാണ് ദേശീയത അതിതീവ്രമായി തീർന്ന് ഇതര ജനതകളോടും രാഷ്ട്രങ്ങളോടും മനുഷ്യരോടുമുള്ള കടുത്ത വെറുപ്പും വിദ്വേഷവുമായി ഫാഷിസ്റ്റ് രൂപം ആർജിക്കുകയും ചെയ്തത്. അതുകൊണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം എടുത്താൽ ഏറ്റവും ശക്തിമത്തായി പ്രവർത്തിച്ച, ഗുണകരമായും അതുപോലെ അങ്ങേയറ്റം നിഷേധാത്മകമായും പ്രവർത്തിച്ച ഒന്നാണ് ദേശീയത എന്ന ആശയം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ആശയങ്ങളുടെ ലോകമെന്നത് തൊഴിലാളികളെ സംബന്ധിച്ചും വിമോചനപരമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ചും പുരോഗമനവാദികളായ മനുഷ്യരെ സംബന്ധിച്ചും അത് ആളുകളുടെ വ്യക്തിപരമായ അറിവിൻ്റെ ഒരു പ്രശ്നമല്ല. എല്ലാവർക്കും അറിവുണ്ടാവണം എന്നതുകൊണ്ടല്ല തൊഴിലാളി വർഗ പ്രസ്ഥാനം അറിവ് എന്ന് പറയുന്ന ഒന്നിനെ സമീപിക്കുന്നത്. മറിച്ച് ആ അറിവ് ഒരു രാഷ്ട്രീയ ശക്തിയായി മാറും എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിത പരിസരത്ത് നാം അറിഞ്ഞും അറിയാതെയും ഒക്കെ നുഴഞ്ഞു കയറുകയും വളരുകയും ചെയ്യുന്ന വലതുപക്ഷപരമായ നാനാതരത്തിലുള്ള ആശയാവലികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മതത്തിൻ്റെ പിടിമുറുക്കങ്ങളുണ്ട്, ജാതീയമായ വിഭജനങ്ങളുണ്ട്, സ്വത്വവാദപരമായ സംഘടനാ രൂപങ്ങളുണ്ട്, അല്ലെങ്കിൽ അന്യമത വിദ്വേഷമുണ്ട്, തീവ്രമായ ജാതിയുടെ നുഴഞ്ഞുകയറുകൾ, ആചാരഭ്രാന്തുകൾ, ഇങ്ങനെ നാനാതരത്തിൽ. അപ്പൊ ഇതിനോടെല്ലാം ചെറുത്തു നിൽക്കാനും അടിസ്ഥാനപരമായി ആധുനികനായ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്ന മൂല്യങ്ങളെ, ജനാധിപത്യം, മതനിരപേക്ഷത, സ്ഥിതിസമത്വം, സാമൂഹ്യ നീതി, ഇങ്ങനെയുള്ള അടിസ്ഥാന മൂല്യങ്ങളെ നമ്മുടെ ജീവിതബോധത്തിൽ ഉറപ്പിച്ചെടുക്കാനും കഴിയണം എന്നത് വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രീയ സമരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇന്ന് തൊഴിലാളി മേഖലയിലും മറ്റും സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മുൻകാലങ്ങളുടേത് നിന്ന് വ്യത്യസ്തമായി താരതമ്യേന തൃപ്തികരമായ ഭൗതിക ജീവിത പരിസരങ്ങൾ കൈവന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളാണ് കേരളത്തിൽ ഇന്ന് വലിയൊരു പങ്ക്. കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 40-50% മുകളിൽ മധ്യവർഗത്തിൽ പെടുന്നവരാണ്. ഈ മധ്യവർഗമാകട്ടെ ഭൗതിക ജീവിതാവശ്യങ്ങൾ വലിയൊരളവോളം നിറവേറിക്കഴിഞ്ഞവരുമാണ്. സുരക്ഷിതമായ യാത്രാ സംവിധാനങ്ങളോ ഗതാഗത സംവിധാനങ്ങളോ തൊഴിലന്തരീക്ഷമോ അല്ലെങ്കിൽ പട്ടിണി കൂടാതെ കഴിയാനുള്ള ഭൗതികമായ വരുമാനമോ ഒക്കെ കൈവന്ന ഒരു ഭീമമായ മധ്യവർഗം കേരളത്തിലുണ്ട്. അങ്ങനെ അടിസ്ഥാന ആവശ്യങ്ങൾ ഏറെക്കുറെ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഈ മധ്യവർഗ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ആഭിമുഖ്യങ്ങൾ വലിയൊരു പങ്ക് തങ്ങളുടെ സാമൂഹ്യ പദവിയെയും അതിൻ്റെ മഹത്വത്തെയും ഒക്കെ മുൻനിർത്തുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നും ഉണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ജാതീയമായ അഭിമാനബോധം, മതപരമായ ആഭിജാത്യബോധങ്ങൾ, ഇതൊക്കെ നമ്മുടെ പൊതുജീവിതത്തിൽ മുമ്പില്ലാത്ത മട്ടിൽ കയറി കയറി വരികയും പലതരത്തിൽ നമ്മുടെയൊക്കെ സമൂഹ ജീവിതത്തെ ഇത് കലുഷമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനോട് വളരെ ജാഗ്രതയോടെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുക എന്നത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അംബേദ്കർ പണ്ടൊരിക്കൽ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കെട്ടിടം കെട്ടിപ്പൊക്കേണ്ടത് അടിത്തട്ടിൽ നിന്നാണെങ്കിലും പൊളിച്ചു തുടങ്ങേണ്ടത് മുകളിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തൊഴിലാളി വർഗ സംഘാടനത്തെയും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെയും പൊളിക്കുന്നതിന്, തകർക്കുന്നതിന്, തൊഴിലാളി വർഗത്തിൻ്റെ ആശയബോധത്തെ തകർക്കുക എന്ന വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ പല രൂപത്തിൽ നടന്നു വരുന്ന ഒരു കാലമാണ് നമ്മുടേത്. അത് നമ്മുടെ സംഘടിത ബോധത്തെ, സാമൂഹികമായി നാം നടത്തേണ്ട ചെറുത്തുനിൽപ്പുകളെക്കുറിച്ചുള്ള ധാരണയെ ഒക്കെ പല രൂപത്തിൽ കടന്നാക്രമിക്കുന്നുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കണം.
ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രമേയമാണിത്. നമ്മുടെ ഒരു സമയക്രമീകരണത്തിൻ്റെ ഒരു പ്രയാസം കൊണ്ട് എനിക്ക് 5 മണിക്ക് മറ്റൊരു യോഗത്തിൽ കൂടി സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് ഈ വിഷയം ആവശ്യപ്പെടുന്ന അത്രയും വിശദമായിട്ട് പറയാനുള്ള ഒരു പ്രയാസമുണ്ട്. എങ്കിലും ഒരു പ്രധാന കാര്യം കൂടി ഞാൻ പറയാനിവിടെ ആഗ്രഹിക്കുന്നു. അത് അറിവ് എന്നതിനെ സംബന്ധിച്ച് അറിവിൻ്റെ മണ്ഡലത്തിൽ മൂലധന ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില തരത്തിലുള്ള അട്ടിമറികളാണ്. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന സമാഹരിക്കുന്ന വിവരങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി സമാഹരിക്കുന്ന വിവരങ്ങൾ, ഒരു ക്വിസ് കോമ്പറ്റീഷന് വേണ്ടി നമ്മൾ ആർജിക്കുന്ന വിവരങ്ങൾ, ഇങ്ങനെ നാം ശേഖരിച്ചു വയ്ക്കുന്ന വിവരങ്ങളാണോ ഒരു അറിവിൻ്റെ ശരിയായ രൂപം? അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച് അറിവ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിവരശേഖരണമാണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങളുടെ സ്വഭാവത്തിലുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഞാനത് തെറ്റാണെന്ന് പറയല്ല, ഏത് വിഷയവും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പ്രാഥമികമായ ആ വിഷയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു പരിമിതിയുള്ളത്, ഇങ്ങനെ നമ്മൾ ശേഖരിക്കുന്ന വിവരത്തിൽ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഒരു പേര്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം. അങ്ങനെ ഓരോ ചോദ്യത്തിനും 1 വാക്കിലോ 2 വാക്കിലോ ഉള്ള ഉത്തരങ്ങൾ. ഇത്തരത്തിലുള്ള വിവരങ്ങളുടെ ഒരു ബൃഹത് സഞ്ചയം, ഒരു ഭീമാകാരമായ ശേഖരം നമ്മുടെ കയ്യിലുണ്ട് എന്നത് തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച് അതിൽ തന്നെ അറിവായി തീരുന്നില്ല. അത് അറിവിനെ വിവരമാക്കുന്നു, ചിലപ്പോൾ കൗതുകങ്ങളാക്കി മാറ്റുന്നു. വാസ്തവത്തിൽ അറിവ് ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുള്ളതായി തീരുന്നത് എങ്ങനെയാണ്? അത് ഈ വിവരങ്ങളെ ചേർത്തിണക്കി പുതിയ വിശദീകരണങ്ങൾ, വ്യാഖ്യാനങ്ങൾ, വിമർശനങ്ങൾ രൂപപ്പെടുത്താനുള്ള കെൽപ്പ് നമുക്ക് കൈവരുമ്പോഴാണ്. കഴിഞ്ഞൊരു 1/4 നൂറ്റാണ്ടായിട്ട് ലോക മൂലധന ശക്തികളും അതിൻ്റെ നടത്തിപ്പുകാരായ ഭരണകൂടങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, വിമർശനബോധം, വ്യാഖ്യാനശേഷി എന്നതിൽ നിന്ന് അറിവ് എന്നതിനെ കഴിയുന്നത്ര ചുരുക്കി കൊണ്ടുവരിക. എന്നിട്ട് ഒരു ഭാഗത്ത് വിവരങ്ങളാക്കുക, മറുഭാഗത്ത് സ്കിൽ ഡെവലപ്മെന്റ് എന്ന നിലയിലേക്ക് അതിനെ മാറ്റുക. ചില പണികളൊക്കെ പഠിപ്പിക്കുക, ചില തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. അതിനപ്പുറം നിലനിൽക്കുന്ന വ്യവസ്ഥയോട് വിമർശനാത്മകമായി നോക്കിക്കാണാൻ പ്രാപ്തിയുള്ള മനുഷ്യരെ രൂപപ്പെടുത്തുക എന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മണ്ഡലത്തിൽ പോലും ഏതാണ്ട് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസന്റെ മേഖലയിൽ നോക്കിയാൽ പോലും ഇപ്പോൾ പ്രവേശന പരീക്ഷകൾ, ഇപ്പം ഞാനൊരു സർവകലാശാലയിൽ അധ്യാപകനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അവിടെ ഗവേഷകർക്ക് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഗവേഷകരെ തിരഞ്ഞെടുക്കാനായിട്ട് അഖിലേന്ത്യാ തലത്തിലും മറ്റുമൊക്കെ പരീക്ഷകൾ UGCയും മറ്റും നടത്തുന്നുണ്ട്. ഞാൻ MA കഴിഞ്ഞ് ആ പരീക്ഷ എഴുതുന്ന സമയത്ത് 3 പേപ്പറാണ്. ആദ്യത്തേതൊരു ജനറൽ പേപ്പർ 50 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തേത് സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ച് 50 ക്വസ്റ്റ്യൻസ്, മൂന്നാമത്തേത് 10 essays ആണ്. ഷോർട്ട് essays ആണ്, 2 പേജുള്ള 10 essays. നമ്മുടെ അനലിറ്റിക്കൽ ശേഷിയാണ്. അങ്ങനെയായിരുന്നു 80കളുടെ അവസാനം. 91ലാണ് ഞാനത് എഴുതിയത്. ഇപ്പം എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേപ്പറാണ്, 2 പേപ്പറിൽ 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ 100 ഒബ്ജക്റ്റീവ്, അത് ഫിസിക്സ് ആയാലും ശരി, ഫിലോസഫി ആയാലും ശരി, എക്കണോമിക്സ് ആയാലും ശരി, ഏത് വിഷയമായാലും ശരി. അതുകൊണ്ട് ഫിലോസഫിയിലെ ഒരു ഗവേഷകന് ഫെലോഷിപ്പ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലോസഫിയുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങൾ ചോദിക്കുന്നു, ABCD കൊടുക്കുന്നു, അതിൽ ശരിയായ ഉത്തരം കൂടുതൽ കിട്ടുന്നവർക്ക് ഫെലോഷിപ്പ് കിട്ടുന്നു. ഫലത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിശകലന ശേഷി, സ്വന്തം നിലയ്ക്ക് ആലോചിക്കാനുള്ള കഴിവ്, വിമർശനാത്മകമായ ഒരു ആശയം അവതരിപ്പിക്കാനുള്ള കഴിവ്, ഇതൊന്നും പരിഗണനയിലില്ല. 10,000 ചോദ്യം കാണാതെ പഠിച്ചു പോയാൽ നിങ്ങൾ പരീക്ഷ ജയിക്കും. ഇപ്പം ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇങ്ങനെ ഫെലോഷിപ്പോടെ വരുന്ന ആളുകൾക്ക് പലപ്പോഴും ഒരു ആശയം എഴുതി അവതരിപ്പിക്കാൻ പറ്റില്ല. ഒരു കൗതുകം, PSC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോയൊരു കുട്ടിക്ക് PSC കിട്ടിയില്ല, പക്ഷേ JRF കിട്ടി, റിസർച്ച് ഫെലോഷിപ്പ് കിട്ടി.
അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഉയർന്ന തലത്തിലെത്തുന്ന ആളുകളിൽ നിന്ന് പോലും വിമർശനാത്മകമായ ഒരു ധാരണയല്ല ഉണ്ടാകുന്നത്. നിലനിൽക്കുന്ന വിവരങ്ങളെ ഇങ്ങനെ ആവർത്തിച്ച് പറയുക, നിലനിൽക്കുന്ന വിവരങ്ങളെ മറികടക്കുന്ന ഒരു ധാരണയുടെ ലോകം ഇല്ല. ഇപ്പൊ മാർക്സിന്റെ കൃതികൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. അദ്ദേഹം ആദ്യത്തെ കൃതിയുടെ പേര് ക്രിട്ടിക് ഓഫ് ഹെഗൽസ് ഫിലോസഫി ഓഫ് റൈറ്റ്. ഹെഗലിന്റെ നിയമദർശന നിരൂപണത്തിന് ഒരു വിമർശം എന്നതാണ്. വിമർശം എന്ന വാക്ക്, ക്രിട്ടീക്ക് എന്ന വാക്ക് അദ്ദേഹം ആദ്യത്തെ കൃതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസാനത്തെ കൃതിയുടെ തലക്കെട്ട് ക്രിട്ടിക് ഓഫ് ഗോധ പ്രോഗ്രാം, ഗോധ പരിപാടിയുടെ വിമർശം. ഈ വിമർശം എന്ന് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിൽക്കുന്ന വിവരങ്ങളെ അതേപടി ആവർത്തിക്കലല്ല, അതിനെ ചുഴിഞ്ഞു നോക്കി അതിനോട് സംവാദത്തിലേർപ്പെട്ട് അതിനെ തിരുത്തി അതിനെ ഒരു പുതിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രയോഗമാക്കി മാറ്റുന്നതാണ് ക്രിട്ടീക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അറിവിന്റെ തലത്തെ പരമാവധി കുറച്ചുകൊണ്ടുവന്ന് കഴിയുന്നത്ര പണിക്കാരുണ്ടാക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത്, അത് ഒരു ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ എന്ന നിലയ്ക്ക്. മറുഭാഗത്ത് ഒരു തരം മാനേജീരിയൽ പൊട്ടൻഷ്യലുള്ള ഭരണനിർവഹണത്തിന് ശേഷിയുള്ള ഒരു കൂട്ടം ആളുകളെ ഉണ്ടാക്കുക. അതിനപ്പുറം സാമൂഹ്യശാസ്ത്രം, മാനവിക വിഷയങ്ങൾ, ചരിത്രം, തത്വശാസ്ത്രം തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും കഴിയുന്നത്ര ദുർബലപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹം അവരെക്കുറിച്ചോ അവരുടെ ചരിത്രത്തെക്കുറിച്ചോ അവർ ഉൾപ്പെട്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചോ ചിന്തിക്കാൻ കെൽപ്പില്ലാത്തവരാക്കി തീർക്കുക എന്ന ആസൂത്രിതമായ ശ്രമമാണ് കഴിഞ്ഞ ഒരു 10-30 വർഷമായി ഉദാരവൽക്കരണത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മണ്ഡലത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ഇതിന്റെ അനന്തരഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെയുള്ള 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകൾ ഉണ്ടാകുന്നു. അവർക്ക് പക്ഷേ അവരുടെ ചുറ്റുമുള്ള സമൂഹത്തെക്കുറിച്ചോ സാമൂഹ്യാവസ്ഥയെക്കുറിച്ചോ പ്രത്യേകിച്ച് ഒരു ഉത്കണ്ഠയും ഇല്ലാതാവും. ഇപ്പൊ ശബരിമല സമരകാലത്ത് കേരളത്തിൽ കണ്ടൊരു കാര്യം, MSc സുവോളജിയൊക്കെ പാസ്സായതിനു ശേഷം ആർത്തവം അയിത്തമാണ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ തന്നെ റോട്ടിലിറങ്ങുന്നു. അപ്പൊ ഈ സുവോളജിക്ക് എന്ത് പറ്റി? അല്ലെങ്കിൽ നിങ്ങൾ MA പൊളിറ്റിക്കൽ സയൻസും പൊളിറ്റിക്കൽ സയൻസിൽ PhD നേടിയതിന് ശേഷം ജാതി ശരിയാണെന്ന് പറഞ്ഞു പോയാൽ പിന്നെ ഈ പൊളിറ്റിക്കൽ സയൻസിന് എന്ത് പറ്റി? അതായത് ഒരറിവ് എന്ന് പറയുന്നതിന് യാതൊരു തരത്തിലുള്ള സാമൂഹിക ഫലവുമില്ലാത്ത, നിങ്ങൾക്ക് തൊഴിൽ തരാനോ നിങ്ങൾക്കൊരു പദവി തരാനോ കുറച്ച് പണം ഉണ്ടാക്കി തരാനോ മാത്രം പര്യാപ്തമായ സമൂഹ പരിവർത്തനത്തിന് ഒരു ഗുണവും ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒന്നായിട്ട് അറിവിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിഷ്കളങ്കമായിട്ട് നടക്കുന്നതല്ല. ഇത് വിദ്യാഭ്യാസത്തെ ഒരു വിമോചനപരമായ ഘടകമാക്കില്ല എന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസം വിമോചനപരമായ ഒരു ഘടകമാകരുത് എന്ന മൂലധന ശക്തികളുടെ വളരെ ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് ഇത്തരത്തിലുള്ള മാറ്റം. ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ കർഷക പ്രശ്നം വളരെ ശക്തമാണ്. ഇന്ത്യയിൽ ധാരാളം ഗവേഷണ ഏജൻസികളുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ഉണ്ട്, സോഷ്യൽ സയൻസ് റിസർച്ച് ഒക്കെ ഉണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാർഷിക അസ്വാസ്ഥ്യങ്ങളെക്കുറിച്ചോ കാർഷിക ബന്ധങ്ങളിലെ അസമത്വത്തെക്കുറിച്ചോ ഒരു ഗവേഷണ പ്രോജക്റ്റ് ഈ സ്ഥാപനങ്ങളിൽ എവിടെ കൊടുത്താലും അതിന് 5 പൈസയുടെ ഗ്രാൻഡ് കിട്ടൂല. അതേസമയം സ്വത്ത് രാഷ്ട്രീയത്തെ സംബന്ധിച്ചോ അതുമായി ബന്ധപ്പെട്ടതോ പ്രാദേശികതയെ സംബന്ധിച്ചോ മതാത്മകതയെ സംബന്ധിച്ചോ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ മഹിമയെക്കുറിച്ചോ വേദത്തിൽ ആറ്റം ബോംബുണ്ടെന്ന് പറഞ്ഞിട്ടോ ഒക്കെ ഒരു പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോടാനുകോടി റുപ്യ നിങ്ങൾക്ക് കിട്ടും. ആസൂത്രിതമായി നമ്മുടെ വിജ്ഞാനത്തെ സമൂഹവിരുദ്ധവും ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുൻകാലങ്ങളിലുള്ളതിനേക്കാളൊക്കെ വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അറിവ് എന്നത് തന്നെ അതിൻ്റെ അടിസ്ഥാന മൂല്യത്തിനെതിരെ നീങ്ങുന്ന, അറിവ് എന്നത് തന്നെ അറിവിൻ്റെ ഫലങ്ങളെ അട്ടിമറിക്കുന്ന ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. സാമൂഹ്യ സമത്വം വേണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അറിവുകളെ രൂപാന്തരപ്പെടുത്താൻ മൂലധന ശക്തികൾക്കും വർഗീയ ശക്തികൾക്കുമൊക്കെ കഴിയുന്നു. ഇങ്ങനെ വർഗീയ ശക്തികളും മൂലധന ശക്തികളും തമ്മിൽ കൈകോർത്ത്
ഒരു തലത്തിൽ നമ്മുടെ വിജ്ഞാന മേഖലയെ, ആശയവ്യവസ്ഥയുടെ മേഖലയെ അങ്ങേയറ്റം അപകടകരമായി വഴിതിരിച്ച് വിട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഫാഷിസം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അതിതീവ്ര ദേശീയതയാണ്, വംശവിദ്വേഷമാണ് തുടങ്ങിയ പലതരം ഉത്തരങ്ങളുണ്ട്. പക്ഷേ ഫാഷിസത്തിൻ്റെ അവതാരകരിൽ പ്രധാനിയായ മുസോളിനി, അദ്ദേഹം ഇത് സംബന്ധിച്ച് തയ്യാറാക്കിയ ഒരു ലേഖനത്തിൽ, ഒരു ലഘുലേഖയിൽ, ഡോക്ട്രിൻസ് ഓഫ് ഫാഷിസം എന്ന അദ്ദേഹത്തിൻ്റെ ആ ലഘുലേഖയിൽ അദ്ദേഹം പറയുന്ന കാര്യം മൂലധനവും ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണ്ണ ഐക്യമാണ് ഫാഷിസം എന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭരണകൂടം മൂലധന താല്പര്യങ്ങളെ 100% പിന്തുണയ്ക്കുകയും നടപ്പാക്കാൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ് ഫാഷിസം എന്നാണ് മുസോളിനി കരുതിയിരുന്നത്. സാധാരണ നിലയിൽ ഒരു ഭരണകൂടത്തിനും മൂലധന താല്പര്യങ്ങളെ അങ്ങനെ 100% പിന്തുണയ്ക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ അഭിലാഷങ്ങളും ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളും മൂലധനവും തമ്മിൽ ധാരാളം സംഘർഷങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇതിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചൊരു ഒത്തുതീർപ്പിൻ്റെ വഴി സ്വീകരിക്കാൻ ഭരണകൂടങ്ങൾ നിർബന്ധിതമായി തീരും. മൂലധന പിന്തുണയുള്ള ഭരണകൂടങ്ങൾ തന്നെ. ഫാഷിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ രൂപപ്പെടാവുന്ന ഇത്തരത്തിലുള്ള അതൃപ്തികളെ മുഴുവൻ റദ്ദാക്കുന്ന മട്ടിൽ ജനങ്ങളെ മറ്റു പലതുകൊണ്ട് വിഭജിക്കും. അത് മതം കൊണ്ടാവാം, ദേശീയത കൊണ്ടാകാം, ജാതി കൊണ്ടാകാം, വംശീയത കൊണ്ടാകാം, പല ഘടകങ്ങൾ കൊണ്ട് വിഭജിക്കുകയും ഈ വിഭജനത്തെ ആവർത്തിച്ചുറപ്പിക്കാൻ പറ്റിയ മട്ടിൽ നാനാതരത്തിലുള്ള ആശയാവലികളെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യും. ഇപ്പൊ ഹിറ്റ്ലറുടെ കാലത്ത് വംശീയത എന്ന് പറയുന്നത് ഇന്ന് കരുതുന്നത് പോലെയല്ല. ചിലർ ജന്മനാ മികച്ച മനുഷ്യരാണ്, മറ്റു ചിലർ ജന്മനാ മോശമാണ് എന്ന വംശവിദ്വേഷ സിദ്ധാന്തം ക്ലാസ് മുറികളിലും സമൂഹത്തിലും പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് യഹൂദന്മാരെന്ന് പറയുന്നത് ജന്മനാ തന്നെ ഒരു നീചവർഗമാണ് എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ബോധത്തെ ഉറപ്പിക്കുന്നതോടെ തങ്ങളുടെ സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്ക് എതിരായ ഒരു വർഗമാണ് യഹൂദരെന്ന ബോധം വരുന്നു. യഹൂദരുമല്ലാത്തവരുമെന്ന വിഭജനം സമൂഹത്തിലെ പ്രധാന കാര്യമായി തീരുന്നു. മറ്റെല്ലാം മറച്ചു വെക്കപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ മതരാഷ്ട്രീയ ശക്തികൾ ചെയ്യുന്ന കാര്യവും ഇത് തന്നെയാണ്. ഒരു മതത്തിൽപ്പെട്ടവരൽക്കെല്ലാം ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറയുക നിശ്ചയമായിട്ടും അല്ല. വിശാല ഹിന്ദു എന്ന് പറയുന്നതോ പാൻ ഇസ്ലാം എന്ന് പറയുന്നതോ ഒക്കെ അങ്ങേയറ്റം വ്യാജമായ ആശയങ്ങളാണ്. സൗദി അറേബ്യയിലെ ഒരു മുസൽമാനും പലസ്തീനിലെ ഒരു മുസ്ലിമും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? അല്ലെങ്കിൽ വടക്കേ മലബാറിലെ അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു സാധാരണ മാപ്പിളയും സൗദി അറേബ്യയിലെ സമ്പന്നനായ ഒരു മുസ്ലിമും തമ്മിൽ മതം ഒന്നാണ് എന്ന് പറയാം, ഔപചാരികമായി പറയാം എന്നല്ലാതെ ജീവിതാവസ്ഥകൾ കൊണ്ട് എന്തു ബന്ധമാണുള്ളത്? പലസ്തീനിലെ മുസ്ലിം നിരന്തരമായി സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ ഇരയായിക്കൊണ്ടിരിക്കെ ആ സാമ്രാജ്യത്വ അധിനിവേശത്തിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടാണ് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ നിലനിൽക്കുന്നത്. ഇത് രണ്ടും ചേർന്ന് ഒരു മതമാണ് എന്ന് പറയുന്നത് ഔപചാരികമായി പറയാന്നല്ലാതെ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഇല്ല. ഇത് തന്നെയാണ് വിശാല ഹിന്ദു എന്ന് പറയുമ്പോഴും. ജാതി കൊണ്ട് തട്ടുതിരിക്കപ്പെട്ട, സാമ്പത്തികമായി തട്ടുതിരിക്കപ്പെട്ട, സംസ്കാരത്തിൻ്റെ തട്ടുകളായി തിരിഞ്ഞ അങ്ങേയറ്റം വിഭജിതമായ ഒരു സമൂഹത്തെ ആകമാനം ചേർത്ത് ഒരു മതം എന്നൊരാശയത്തിലേക്ക് കൊണ്ടുവരികയും ഹിന്ദുത്വം, ഹൈന്ദവത എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ അതിലൂടെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും. ഇങ്ങനെ ചരിത്രപരവും സാമൂഹികവുമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഇല്ലാതാക്കി സമൂഹങ്ങളെ പലതരത്തിൽ അന്യോന്യം വേർപിരിച്ച് ആ വേർതിരിവിനെ വിദ്വേഷമാക്കി വളർത്തിക്കൊണ്ടാണ് ഫാഷിസ്റ്റുകൾ മൂലധന താല്പര്യങ്ങളെ നിർബാധം നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ നമുക്ക് കാണാം. കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഇന്ത്യയുടെ ചരിത്രം തൊഴിലാളി വിരുദ്ധമായ, ജനവിരുദ്ധമായ, സ്ത്രീവിരുദ്ധമായ എല്ലാ തരത്തിലുള്ള സാമൂഹിക നീതികൾക്കുമെതിരായ മൂലധനത്തിൻ്റെ ഏറ്റവും ഭീമാകാരമായ കടന്നാക്രമണത്തിൻ്റെ കാലമായിരുന്നു. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ കോവിഡ്
ഇങ്ങനെ മൂലധനത്തിൻ്റെ ഒരു വമ്പിച്ച തള്ളിക്കയറ്റവും അത് രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും കവർന്നെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു ഭാഗത്ത് നിലനിൽക്കെ തന്നെയാണ് ഈ രാജ്യത്തെ വർഗീയ വിഭജനം ഏറ്റവും തീവ്രമായത് എന്ന കാര്യവും നമ്മൾ ഓർക്കണം. 2014 2024 ഇടയ്ക്കുള്ള ഈ ഒരു പതിറ്റാണ്ട് എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ പെരുകിയ കാലമാണ്. വർഗീയമായ വിഭജനം ഈ രാജ്യത്തെ വെട്ടിപ്പിളർക്കുന്ന, പശുമാംസം കഴിച്ചു എന്ന പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന, പശുമാംസം കടത്തുകയാണെന്ന് പറഞ്ഞ ആളുകളെ വേട്ടയാടുന്ന, ഒരു മുസ്ലിം പേരുണ്ടെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടാമെന്ന സ്ഥിതി സംജാതമാകുന്ന ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ വന്ന അതേ കാലത്താണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് സമ്പൂർണമായൊരു മേൽക്കൈ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലും കൈവന്നത് എന്ന കാര്യം നമ്മൾ കാണണം. ഇതാണ് മുസോളിനി പറഞ്ഞ ഒരു സംഗതി. മൂലധന താല്പര്യങ്ങളും ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണമായ ഐക്യം എന്നത്, ഈ ഐക്യം ഉണ്ടാക്കുന്ന മാരകമായ വിപത്തുകളെ നമ്മിൽ നിന്ന് മറച്ചു പിടിക്കാൻ പോന്ന മട്ടിൽ അറിവിൻ്റെ മണ്ഡലത്തെ അട്ടിമറിക്കാനും പുനഃക്രമീകരിക്കാനും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കാനുമുള്ള വമ്പിച്ച ശ്രമങ്ങൾ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നാം വിദ്യാഭ്യാസമുള്ളവരാണെന്ന് സ്വയം കരുതുമ്പോഴും പല ബിരുദങ്ങൾ, പല പദവികളൊക്കെ ഉള്ളപ്പോൾ പോലും ഈ അറിവിന് ഒരു സാമൂഹ്യ ആവിഷ്കാരം നൽകാൻ, ഈ അറിവിനെ കൂടുതൽ ജനാധിപത്യപരമായൊരു ജീവിതബോധമാക്കി മാറ്റാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ അറിവിനെ അതിനുള്ളിൽ തന്നെ നിഷ്പ്രയോജകമാക്കുന്ന, അതിനുള്ളിൽ തന്നെ കടന്നു കയറി അറിവിനെ റദ്ദാക്കുന്ന വെറും പണിപടിക്കൽ പോലെയുള്ള ഏർപ്പാടുകളാണ് അറിവുകൾ എന്ന നിലയിലേക്ക് അതിനെ ചുരുക്കുന്ന ഒരു അന്തരീക്ഷം മൂലധനാധിപത്യവും വർഗീയതയും കൈകോർത്ത് ഇന്ന് നമുക്ക് ചുറ്റും രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശയമേഖലയിലെ ശക്തിപ്പെടൽ, ആശയമേഖലയിലെ വ്യക്തത വരുത്തൽ, നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങളെ സുനിശ്ചിതമായി ആവിഷ്കരിക്കാൻ കഴിയുന്ന മട്ടിലുള്ള ആശയപരമായ കൃത്യത കൈവരിക്കൽ എന്നത് മറ്റ് ഏത് സന്ദർഭത്തെക്കാളും ഇന്ന് രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള ഒന്നായിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി പ്രത്യക്ഷ മുദ്രകളൊന്നും കാണിക്കാത്ത മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭീമാകാരമായ കടന്നാക്രമണം തൊഴിലാളി വർഗത്തെ അടക്കം ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആശയസമരത്തിൻ്റെ വലിയൊരു മേഖല നമ്മുടെ ദൈനംദിന സംഘടനാ പ്രവർത്തനങ്ങളുടെയും സംഘാടനങ്ങളുടെയും ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ അരനൂറ്റാണ്ട് പിന്നിടുന്ന CITU സന്ദേശം പോലെ ഒരു മാസിക. ഒരു തൊഴിലാളി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ വരിക്കാരായിട്ടുള്ള ഒരു മാസിക അരനൂറ്റാണ്ടായി നിലനിന്നു പോരുന്നു. തൊഴിലാളി വർഗ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി അത് നിലനിൽക്കുന്നു എന്നത് വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ മണ്ഡലം ഏതാണ്ട് പൂർണ്ണമായും വലതുപക്ഷ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ട് ഇടതുപക്ഷ വിരുദ്ധ ജിഹ്വകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ CITU സന്ദേശത്തിൻ്റെ 50ാം വാർഷികം നടക്കുന്നത്. ഈ മാധ്യമം മുമ്പോട്ട് വയ്ക്കുന്ന അടിസ്ഥാന വീക്ഷണം തൊഴിലാളി വർഗത്തെ ആശയപരമായി ആയുധമണിയിച്ച് പോർവീര്യമുള്ളവരാക്കി മാറ്റുക എന്ന പ്രവൃത്തി ഇതിനേക്കാൾ ശക്തിമത്തായ രൂപത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ സഖാവ് TP ഇവിടെ സൂചിപ്പിച്ചതുപോലെ 30 ലക്ഷം തൊഴിലാളികൾക്ക് 3 ലക്ഷം വാരിക എന്ന നിലയിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള ഒരു വലിയ പ്രവർത്തനമായി ഇത് മാറിത്തീരട്ടെ എന്ന് ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ അറിവുത്സവം എന്ന പേരിലുള്ള തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിലെ വളരെ സവിശേഷമായ ഈ ഒരു ഒത്തുചേരലിന് കാരണമാകട്ടെ, അതിന് കഴിയട്ടെ എന്ന ആഗ്രഹം കൂടി പങ്കുവയ്ക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അഭിവാദനങ്ങൾ.